ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ് വീട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ഫിഷ് ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്. അത് തന്നെയാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റിന്റെ രഹസ്യവും. വളരെ ടേസ്റ്റിയാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫിഷ് ബിരിയാണിയാണിത്. ഈ ബിരിയാണിയിലിടുന്ന ഓരോ ഐറ്റംസും ഇതിന്റെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുരുമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷാണിത്. അതിനുശേഷം അടച്ചു വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്തതായി റൈസ് പ്രിപ്പറേഷൻ ആണ്. അതിനായി ഞാൻ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് ബസ്മതി റൈസിന് അതിലേക്ക് 3 ബേ ലീവ്സ്, 4 സിനമൺ സ്റ്റിക്ക്, കുറച്ച് ക്ലോവ്, ഒരു 5 ക്ലോവ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 3 ഏലക്കായും കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി വേവിക്കുക. പിന്നീട് ഒരു പാൻ എടുത്ത് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് റൈസിൻസും കാഷ്യൂസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനാണ്. ഇപ്പോൾ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. അതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അതിലേക്ക് ഒരു 3 സവാള ഫൈൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പ്രിംഗ് ഓണിയൻ ഇടുന്നത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 1 കപ്പാണ് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി സോട്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളിയും 6 പച്ചമുളകും കൂടി ചേർത്ത് അരച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 6 ഉപയോഗിച്ചത്. അതിനുശേഷം ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി സോട്ട് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. പിന്നീട് ഒരു 2 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ബിരിയാണിക്ക്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി സോട്ട് ചെയ്യുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കിയെടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ഉപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഒരു കൈ നിറയെ പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കുക. പിന്നീട് ഒരു കൈ നിറയെ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. തക്കാളി എല്ലാം വളരെ നന്നായി വെന്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും വെന്തിട്ടുണ്ട്. അതിലേക്ക് മാത്രവുമല്ല, തക്കാളിയുടെ ജ്യൂസൊക്കെ നന്നായി ഇറങ്ങി വളരെ നന്നായിട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. നെക്സ്റ്റ് ദം പ്രൊസീജിയറാണ്. ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനായി ആദ്യത്തെ ലെയർ ആയിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കുക.
പിന്നീട് കുറച്ച് സാഫ്രോൺ പാലിൽ മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നെക്സ്റ്റ് ലെയർ ഓഫ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കി വന്ന കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു അരമണിക്കൂർ വെച്ചേക്കുക. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ മൺചട്ടിയിലൊക്കെ വെച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു മണമുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണിയാണിത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്ര ടേസ്റ്റിയാണെന്ന്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ഇളക്കിയെടുക്കണം. അതിനു മുമ്പ് നമ്മുടെ ഫിഷിങ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അതിനുശേഷം നന്നായി ഒന്ന് മസാല ചേർത്ത് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മുടെ ഫിഷ് കൂടി അതിന് മുകളിൽ വെച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഇത് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഉണ്ടാക്കി. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നമ്മൾ കൂടുതലും ചിക്കൻ ബിരിയാണിയൊക്കെ അല്ലേ വെക്കുന്നത്. ഫിഷ് ബിരിയാണി ഒന്ന് ഇതുപോലെ വെച്ച് നോക്കണം. അത് മൺചട്ടിയിൽ വെക്കണം. നമ്മൾ സാധാരണ ബിരിയാണി ചെമ്പിൽ വെക്കുന്ന ടേസ്റ്റ് അല്ല ഇതിന്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും. കുറച്ച് ചോറെടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് മീനും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിനോമിസ് വേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.